അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗദി സന്ദർശനം അതിലെ ചർച്ചാ വിഷയങ്ങൾ കൊണ്ടും തീരുമാനങ്ങൾ കൊണ്ടും ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയുണ്ടായി. ട്രംപിന്റെ ചരിത്രപരമായ ഈ സന്ദർശനം സൗദി അമേരിക്കൻ ബന്ധത്തിലും മേഖലയിലെ ജിയോ പൊളിറ്റിക്കൽ സമവാക്യങ്ങളിലും പുതിയ മാനങ്ങളിലേക്കാണ് വാതിൽ തുറന്നിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ $300 ബില്യൺ കരാറുകളിൽ ഒപ്പുവെച്ചുവെന്നും $600 ബില്യൺ നിക്ഷേപ അവസരങ്ങൾക്കുള്ള അവസരമാണ് സംജാതമായിരിക്കുന്നതെന്നും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ വ്യക്തമാക്കി. മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അഭ്യർത്ഥന മാനിച്ച് സിറിയക്ക് മേലുള്ള എല്ലാ ഉപരോധങ്ങളും നീക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഖുദ്സ് ആസ്ഥാനമായുള്ള ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നത് വരെ ഇസ്രായേലുമായുള്ള ബന്ധം നോർമലൈസ് ചെയ്യില്ലെന്ന് സൗദി നിലപാടിനെ അംഗീകരിച്ച അദ്ദേഹം സൗദിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി സൈനിക ഇടപെടൽ നടത്താനും തയ്യാറാണെന്ന് വ്യക്തമാക്കി. മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെ വാനോളം പ്രശംസ കൊണ്ട് മൂടിയ ട്രംപ് സൗദി അറേബ്യയുമായുള്ള തങ്ങളുടെ ബന്ധം എക്കാലത്തെയും ഏറ്റവും മികച്ച നിലയിലുള്ളതാണെന്നും വ്യക്തമാക്കി. റിയാദിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ നടന്ന സൗദി US ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിൽ ട്രംപ് നടത്തിയ പ്രസംഗത്തിന്റെ സംക്ഷിപ്ത രൂപം ഇങ്ങനെയാണ്: ഞാനിപ്പോൾ ചെയ്യുന്നതെല്ലാം മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന് വേണ്ടി മാത്രമാണ്. മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ എന്നോട് ആവശ്യപ്പെടുന്നതെല്ലാം ഞാൻ ചെയ്യും. ലോകമെമ്പാടും അമേരിക്കയ്ക്ക് മികച്ച സഖ്യകക്ഷികളുണ്ട്. പക്ഷെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനേക്കാൾ ശക്തരായ ആരുമില്ല. സൗദി അറേബ്യയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നതിൽ എനിക്കൊരു മടിയുമില്ല. സൽമാൻ രാജാവിന്റെയും മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെയും നേതൃത്വത്തിൽ സൗദി അറേബ്യ കൈവരിച്ചത് അത്ഭുതവാഹമായ നേട്ടമാണ്. സൗദി അറേബ്യക്ക് വേണ്ടി സൈനിക ശക്തി ഉപയോഗിക്കാൻ ഞാൻ മടിക്കില്ല. മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ കഠിനാധ്വാനം ചെയ്യുന്നയാളാണ്. രാത്രിയിൽ അദ്ദേഹം ഉറങ്ങുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സൗദി അറേബ്യ വൻ വികസന കുതിപ്പ് നടത്താൻ കാരണം ഈ രാജ്യത്തെ ജനങ്ങൾ കൂടിയാണ്. മിഡിൽ ഈസ്റ്റിന്റെ ഭാവി ഇവിടെ ആരംഭിക്കുന്നു. ഈ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങൾ അവിശ്വസനീയമാണ്. ലോകകപ്പിനും മറ്റും ടൂർണമെന്റുകൾക്ക് സൗദി അറേബ്യ ആതിഥേയത്വം വഹിക്കുന്നത് അത്ഭുതകരമാണ്. റിയാദ് മുഴുവൻ ലോകത്തിന്റെയും ബിസിനസ് കേന്ദ്രമായി മാറും. സൗദി അറേബ്യയിലെ എണ്ണ ഇതര മേഖലകളുടെ വരുമാനം എണ്ണ മേഖലകളെക്കാൾ കൂടുതലാണ്. മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ സമാനതകളില്ലാത്ത മഹാനാണ്. സൗദി അമേരിക്കൻ ബന്ധം ഇന്ന് മുമ്പത്തേക്കാളും ശക്തമാണെന്നും ഭാവിയിൽ അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ഈ പങ്കാളിത്തം ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇറാന്റെ ഇരയാണ് ലബനോനും ഹിസ്ബുല്ലയും. ലബനോനെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ലബനോണിലെ പുതിയ ഭരണകൂടം പ്രൊഫഷണലാണ്. ഏറ്റവും മികച്ചത് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഞാൻ കേൾക്കുന്നു. ഹിസ്ബുള്ള ലബനോനെ കൊള്ളയടിക്കുകയും അവിടെ ദുരിതം വിതയ്ക്കുകയും ചെയ്തു. ഹൂത്തികളെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ബൈഡൻ ഭരണകൂടത്തിന്റെ നടപടി തെറ്റായതായിരുന്നു. ചിലർ മരുഭൂമിയെ കൃഷിയിടങ്ങളാക്കി മാറ്റി. ഇറാൻ അവരുടെ കൃഷിയിടങ്ങളെ മരുഭൂമികളാക്കി മാറ്റി. ഇറാൻ സായുധ സംഘങ്ങളെ പിന്തുണയ്ക്കുന്നതിന് പകരം സ്വന്തം രാഷ്ട്രം കെട്ടിപ്പടുക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുക സാധ്യമാണ്. മുൻകാല സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും പുതിയ പങ്കാളിത്തങ്ങൾ സ്ഥാപിക്കാനും അമേരിക്ക തയ്യാറാണ്. ഇറാൻ സമാധാനത്തിന്റെ ഒലിവ് കമ്പ് നിരസിച്ചാൽ ഉപരോധങ്ങളിലൂടെ ഞങ്ങൾ ഏറ്റുമുട്ടൽ തുടരും. ലോകത്തെ സുരക്ഷിതമാക്കാൻ ഇറാനുമായി ഒരു കരാർ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇറാനുള്ള ഞങ്ങളുടെ ഓഫർ എന്നേക്കുമായി നിലനിൽക്കില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തടയാൻ ഞങ്ങൾ സഹായിച്ചു. ഉക്രൈൻ ചർച്ചകൾ സുഗമമാക്കുന്നതിൽ സൗദി അറേബ്യയുടെ ക്രിയാത്മക പങ്കിന് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ ഒരു യുദ്ധത്തിലും ഏർപ്പെടില്ല. സമാധാനം കൊണ്ടുവരാൻ ഞങ്ങൾ ഞങ്ങളുടെ സൈനിക ശക്തി ഉപയോഗിക്കും. എനിക്കെപ്പോഴും സമാധാനമാണ് ഇഷ്ടം. കപ്പലുകളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ നിർത്താൻ ഹൂത്തികൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സമ്മതിച്ചു. ഹൂത്തികൾക്കെതിരായ ആക്രമണങ്ങൾ നിർത്താൻ ഞങ്ങളും സമ്മതിച്ചു. മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അഭ്യർത്ഥന മാനിച്ച് സിറിയക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കും. സിറിയൻ സാഹചര്യം മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി ചർച്ച ചെയ്ത ശേഷം അമേരിക്കൻ വിദേശമന്ത്രി സിറിയൻ വിദേശമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും.